കോട്ടക്കൽ നഗരസഭയിൽ അർഹതയില്ലാതെ പെൻഷൻ വാങ്ങിയവരിൽ നിന്ന് മുഴുവൻ തുകയും തിരിച്ചുപിടിക്കും. പലിശ സഹിതമാണ് പണം ഈടാക്കുക. അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയതു മുതലുള്ള തുക തിരിച്ചു വാങ്ങാനാണ് തീരുമാനം. നായാടിപ്പാറ വാർഡിലാണ് അനർഹർ PF പെൻഷനൊപ്പം ക്ഷേമ പെൻഷനും വാങ്ങിയതായി കണ്ടെത്തിയിരുന്നത്. ഹയാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി ആൻഡ് ചങ്ങരംകുളം. സെലിബ്രേഷൻ നെവർ എൻഡ്സ്. കോട്ടക്കൽ നഗരസഭയിലെ നായാടിപ്പാറ വാർഡിൽ അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നത്. യോഗത്തിൽ തുക തിരിച്ചു പിടിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് യോഗം ചേർന്നത്. ധനവകുപ്പും വിജിലൻസുമാണ് ചിലർ അനർഹമായി പെൻഷൻ വാങ്ങിയതായി ആദ്യം കണ്ടെത്തിയത്. പിന്നീട് നഗരസഭ നിയോഗിച്ച സമിതിയും 27 പേർ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയതായി കണ്ടെത്തിയിരുന്നു. തുടർ നടപടികൾ സ്വീകരിക്കാൻ ധനവകുപ്പ് ഡയറക്ടറെയും തദ്ദേശ ഭരണ ഡയറക്ടറെയും ധനവകുപ്പ് ചുമതലപ്പെടുത്തി. പെൻഷൻ ഇനത്തിൽ വാങ്ങിയ തുക അനർഹരിൽ നിന്ന് പിഴ സഹിതം തിരിച്ചുപിടിക്കുന്ന കാര്യമെല്ലാം ഈ ഭാഗങ്ങളാണ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായാണ് കൗൺസിൽ യോഗം വിളിക്കാൻ നഗരസഭയോട് ആവശ്യപ്പെട്ടത്. യോഗത്തിൽ നഗരസഭയിലെ നായാടിപ്പാറ വാർഡിൽ അനർഹ ക്ഷേമ പെൻഷൻ വാങ്ങിയ സംഭവത്തിൽ PF പെൻഷനടക്കം ക്ഷേമ പെൻഷനും വാങ്ങിയവരിൽ നിന്ന് മുഴുവൻ തുകയും പലിശ സഹിതം ഈടാക്കാൻ തീരുമാനമായി. അനർഹ ക്ഷേമ പെൻഷൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ട അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. 4 പേരെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവർ കണ്ടെത്തിയ കാരണം വാങ്ങുന്ന വ്യക്തിയുടെ ഭാര്യ സർവീസ് പെൻഷൻ വാങ്ങുന്നുണ്ട്. 2010 മുതൽ റിട്ടയർ ചെയ്തൊരു വ്യക്തിയായിരുന്നു, സർവീസ് പെൻഷൻ വാങ്ങുന്നുണ്ട്. രണ്ടാമത്തെ വ്യക്തിയുടേത് കേന്ദ്ര സംസ്ഥാന പെൻഷൻ വാങ്ങുന്ന ഒരു വ്യക്തി, പ്രതിമാസ വരുമാനം 17,000-ലപ്പുറം ആണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ വ്യക്തിയുടേത് ഭാര്യ എയ്ഡഡ് സ്കൂളിലെ അധ്യാപികയാണ്. അപ്പോൾ അതിൽ ഒരു മാസം വരുമാനം നല്ലൊരു തുക ഉണ്ടാകും. അതുപോലെ തന്നെ 1000 cc മേലെയുള്ള വാഹനം ഉണ്ട് എന്നുള്ളതാണ്. നാലാമത്തെ വ്യക്തി വീട് 2600 സ്ക്വയർ ഫീറ്റിൻ്റെ മീതെ 2 ഏക്കറിലധികം സ്ഥലം ഉണ്ട്, വീട്ടിൽ AC ഉണ്ട്. ഇതാണ് ക്രമക്കേടായിട്ട് കണ്ടിട്ടുള്ളത്. 34 പേര് അതുപോലെ തന്നെ അനർഹരുടെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ നമുക്ക് വന്ന നിർദ്ദേശം, സർക്കാർ നിർദ്ദേശം, ഈ 4 പേരുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. എങ്കിലും കൈപ്പറ്റിയ കാലാവധി മൊത്തം അവർ തിരിച്ചടക്കണമെന്നും 18% പിഴപ്പലിശ കൂട്ടിയിട്ട് അവർ പൈസ തിരിച്ചടക്കണം എന്നുള്ളതാണ്. ഈ 4 പേരെ നമ്മൾ തിരിച്ചടവിലേക്ക് പിടിക്കും. അതുപോലെ തന്നെ ഈ 34 പേര് അനർഹരായ 34 പേര്, ഇത് ഒന്നുകൂടെ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാനുണ്ട്. ഏത് കാലാവധി മുതൽ തിരിച്ചു പിടിക്കണം എന്നുള്ളത് ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ സർക്കാരിന് നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ നിന്നും വിശദമായിട്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ ലെറ്റർ അയക്കാനും ഈ 4 പേരിൽ നമ്മളൊരു തീരുമാനം എടുക്കുവാനാണ് ഇപ്പോൾ നമ്മൾ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്ന് അനധികൃതമെന്ന് കണ്ടെത്തിയത് മുതലുള്ള തുകയും തിരിച്ചു വാങ്ങും. കേരള വിഷൻ, കോട്ടക്കൽ.